ആയ ഈ വെള്ളിയാഴ്ചയുടെ ഉച്ച കഴിഞ്ഞ് റിജോയ്സ് മിനിസ്ട്രിയുടെ മനോഹരമായ ഈ കുടുംബ കൂട്ടായ്മയിൽ അതിഥി പ്രസംഗകനായി എന്നെയും ക്ഷണിച്ചതിന് ഹൃദയംഗമായി നന്ദി പറയുന്നു. ഈ പ്രവർത്തനത്തിന് വളരെ സജീവമാവണ്ണം നേതൃത്വം നൽകുന്ന സണ്ണിച്ചായനുമായിട്ട് ഇഴയടുപ്പമുള്ള ഒരു ആത്മബന്ധമുണ്ട്. പ്രസംഗവേദിയിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ, ആത്മീക ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ അനുഗ്രഹീതനായ വാത്സല്യ സഹോദരൻ, പ്രിയ സഹോദരിമാർ, എല്ലാവർക്കായും സ്തോത്രം. ഈ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്നെക്കുറിച്ചുള്ള ഏതാണ്ട് ഒരു സംക്ഷിപ്തമായ വിവരണം കർത്താവിൻ്റെ ദാസൻ പങ്കുവച്ചു. അധികം വിശദീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു അപരിചിതത്വം മാറേണ്ടതിന് നമുക്കൊരടുപ്പത്തിന് ഞാൻ ആരാണെന്നൂടെ ഒന്ന് പറയണമല്ലോ. കോട്ടയത്തുനിന്ന് ഹൈറേഞ്ചിലേക്ക് സ്ഥലം മാറ്റി വാങ്ങിച്ച് താമസമാക്കിയ ഒരു ഓർത്തഡോക്സ് കർഷക കുടുംബമായിരുന്നു എൻ്റെ പിതാവിൻ്റേത്. എൻ്റെ പിതാവ് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. കരുണാപുരം മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അവിടെയുള്ള ഓർത്തഡോക്സ് ഇടവകയുടെ ട്രസ്റ്റിയായി പ്രവർത്തിച്ച് സന്തോഷകരമായി സാമൂഹ്യ പ്രവർത്തനങ്ങളും സഭാപ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വരുമ്പോൾ 1976 മരിച്ചു പോകത്തക്കവണ്ണം ശക്തമായൊരു ഹൃദ്രോഗമുണ്ടായി പകുതി വഴിയിൽ കുഴഞ്ഞു വീണു. അന്നത്തെ ഒരു പ്രത്യേകതയുണ്ട്. വണ്ടൻമേട് മണ്ഡലം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുവാൻ അന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരൻ വന്ന ഒരു യോഗത്തിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ മടങ്ങി വരുന്ന പാതി വഴിയിൽ തളർന്നുപോയി. എൻ്റെ പിതാവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. കേരളത്തിലെ പ്രശസ്തരായ കാർഡിയോളജിസ്റ്റുകൾ എൻ്റെ പിതാവിനെ പരിശോധിച്ചു. മരണമല്ലാതെ ഇനി മുമ്പിലൊരു മാർഗവുമില്ല. ഇടുക്കിയുടെ അങ്ങേയറ്റം വരെ ഏതു വണ്ടിയിൽ കൊണ്ടുപോയാലും പോകുന്നതിൻ്റെ ഇടയ്ക്ക് മരിക്കും. അതുകൊണ്ട് കോട്ടയത്ത് സ്വന്തക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ താമസിപ്പിച്ച് ഡെഡ് ബോഡിയുമായി ഹൈറേഞ്ചിലേക്ക് പോകുവാൻ കേരളത്തിലെ പ്രശസ്തരായ കാർഡിയോളജിസ്റ്റുകൾ രാജൻ മാഞ്ഞൂരാൻ, ജോർജിയൊക്കെ പുള്ളൂലിക്കൽ തുടങ്ങിയ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റുകൾ എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ മാതാവിൻ്റെ സഹോദരങ്ങളോട് അഡ്വൈസ് ചെയ്തു. കോട്ടയത്ത് പൂവൻതുരുത്തിലാണ് എൻ്റെ അമ്മയുടെ വീട്. അവിടെ എൻ്റെ പിതാവിനെ മരിക്കേണ്ടതിനായി കിടത്തി. 1976 സംഭവമാണ് ഞാൻ പറയുന്നത്. ആ ദിവസങ്ങളിൽ മരണം മുമ്പിലെത്തിയപ്പോൾ എൻ്റെ പിതാവിന് ജീവിക്കാൻ വലിയൊരു ആർത്തി തോന്നി. നമ്മൾ മരണമൊന്നും സാരമില്ല എന്നൊക്കെ പറയുമ്പോൾ യൗവനത്തിലെ മരിക്കുമെന്നുറപ്പാകുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ ഭയാനകമാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ ആ ദിനങ്ങളിൽ ഞങ്ങളൊരു ഓർത്തഡോക്സ് കുടുംബമായതുകൊണ്ടും ദേവലോകം അരമന തൊട്ടടുക്കലായതുകൊണ്ടും സഭയുടെ മതമേലധ്യക്ഷന്മാർ പലരും വന്ന് എൻ്റെ പിതാവിന് വേണ്ടി ആശ്വാസവാക്കുകൾ പറഞ്ഞു. എൻ്റെ പിതാവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് വാഹനങ്ങളിലേറി പല പാർട്ടിയുടെയും ആളുകൾ അവസാനം നോക്ക് കാണാൻ വേണ്ടി വന്നു. 76 എനിക്ക് 5 വയസ്സും എൻ്റെ ജ്യേഷ്ഠന് 6 വയസ്സും മാത്രമാണ് പ്രായം. ആ സന്ദർഭത്തിൽ സ്കൂളിലേക്ക് പോയി കുഞ്ഞുങ്ങളെ കാണണമെന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ട് യൂണിഫോം ഒക്കെ ഇടിപ്പിച്ച് സ്കൂൾ ബാഗും കൊണ്ട് എൻ്റെ പിതാവിൻ്റെ അവസാന ഒരാഗ്രഹമെന്ന വണ്ണം കൊണ്ടുവന്ന് നിർത്തിയത് ഒരു വിദൂര ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ഒരു മങ്ങിയ ഓർമ്മകൾ പോലെയുണ്ട്. കോട്ടയത്ത് ഈ മരണം മുമ്പിലെത്തുന്ന സന്ദർഭങ്ങളിൽ സകലതിനോടും പ്രതിഷേധമായി അവസാനം നിരാശയും അസ്വസ്ഥനായിരിക്കുന്ന ആ ദിനങ്ങളിൽ മുട്ടമ്പലത്ത് അവിവാഹിത ജീവിതം നയിക്കുന്ന ഒരു സന്യാസിവര്യനെ പോലെ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന കൊച്ചായൻ എന്നു പേരുള്ളൊരു ദൈവദാസനുണ്ട്. മുട്ടമ്പലം IPC സഭ സ്ഥാപിച്ച് ദീർഘവർഷങ്ങൾ പ്രവർത്തിക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ വീടുകൾ പ്രാർത്ഥന ദർശനത്തോടെ നടന്നു പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വീട് അദ്ദേഹത്തിന് ദർശനത്തിലൊരു കാഴ്ചയുണ്ടായി. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. തുറന്നു കിടന്ന കതകിൻ്റെ മറവിലേക്ക് തൻ്റെ ഒരു കൊട കുത്തിയാണ് നടക്കുന്ന കൊട വെച്ച് പ്രാർത്ഥിക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ കടുത്ത സുവിശേഷ വിരോധികളായ എൻ്റെ അമ്മയുടെ വീട്ടുകാർ
അദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ അനുവദിച്ചില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിമാനം പൊള്ളിപ്പോയി. പ്രാർത്ഥിക്കാൻ പോലും അനുവദിക്കാതെ ഒരു രോഗിയുടെ അടുക്കൽ നിന്ന് അദ്ദേഹം പെട്ടെന്നിറങ്ങി അപമാനിതനായി ഇറങ്ങിയപ്പോൾ കൊടയെടുക്കാൻ മറന്നുപോയി. ആ രാത്രി അദ്ദേഹം ഉറങ്ങാതെ മുട്ടുമടക്കി, ദൈവമേ, അങ്ങ് പറഞ്ഞേച്ചാണ് ഞാൻ ആ വീട്ടിൽ പോയത്. എന്തുകൊണ്ട് അവരെനിക്കൊരവസരം പോലും തന്നില്ല? തൊട്ടടുത്ത ദിവസം മറന്നുപോയ കൊടയെടുക്കാൻ വന്ന ആ കർത്തൃദാസന്റെ കണ്ണിൽ നിന്ന് താഴേക്ക് കണ്ണുനീരിറ്റു വീഴുന്നത് എൻ്റെ അമ്മ കണ്ടു. അറിയാവുന്ന ദൈവങ്ങളോടെല്ലാം നെഞ്ചുരുകി തൻ്റെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടി കെഞ്ചി നിൽക്കുന്ന എൻ്റെ അമ്മയ്ക്ക് ആ കർത്തൃദാസൻ അപമാനിച്ചിറക്കി വിടപ്പെട്ടിട്ടും ഒരു പരാതിയും കൂടാതെ വീണ്ടും വന്ന് പ്രാർത്ഥിക്കാൻ അനുവാദം ചോദിക്കുമ്പോൾ കണ്ണുരുട്ടുന്ന സഹോദരങ്ങളുടെ അവഗണനയെ മറന്ന് ആ ദൈവദാസനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പാപോലും വിരിക്കാത്ത തറയിലേക്ക് ആ മനുഷ്യൻ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായത് സംഭവിക്കുകയാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടായിരുന്നു. കുടിക്കാൻ കൊടുത്ത ഒരു ഗ്ലാസ് കരിങ്ങാലി വെള്ളം പോലും കുടിക്കാൻ നിൽക്കാതെ, പിടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ചെറിയ പണം വാങ്ങാൻ നിൽക്കാതെ, പണത്തിനോ മറ്റൊന്നിനുമല്ല ദൈവനിയോഗത്തോടെയാണ് വന്നതെന്ന് പറഞ്ഞ് ആ കർത്തൃദാസൻ ദൈവം തൊട്ടിരിക്കുന്നെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. അദ്ദേഹം പോയ പുറകെ ആ വീട്ടിൽ കൂട്ടപരിഹാസം ഉണ്ടായി. കാർഡിയോളജിസ്റ്റുകൾ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് കഴിയാത്തത് എങ്ങു നിന്നോ വന്ന പേരറിയാത്തൊരു ഉപദേശിയുടെ ഒറ്റ പ്രാർത്ഥന കൊണ്ട് സൗഖ്യമാകുമോ? ആ കർത്തൃദാസനെയും സുവിശേഷത്തെയും ആ വീട്ടിൽ കൂട്ടമായി പരിഹസിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നാം ചിന്തിക്കുന്നതിനപ്പുറമാണ്. ചില ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ പിതാവ് ചാരിയിരുന്നു, ഭക്ഷണം കഴിച്ചു. 15 ദിവസത്തിനകം മരിച്ചു പോകുമെന്ന് എഴുതിയ സ്ഥാനത്ത് വീണ്ടും 40ാമത്തെ ദിനം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എൻ്റെ പിതാവിനെ കൊണ്ടുചെന്നു. എൻ്റെ പിതാവിനെ മുഴുവനും പരിശോധിച്ച് രാജൻ മാഞ്ഞുരാൻ എന്ന കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും നല്ല ഹൃദ്രോഗ സ്പെഷ്യലിസ്റ്റ് എൻ്റെ പിതാവിനെ ആവർത്തിച്ച് പരിശോധിച്ചു. തൻ്റെ കയ്യിലിരിക്കുന്ന പ്രിസ്ക്രിപ്ഷനിലേക്ക് എല്ലാം നോക്കിയതിന് ശേഷം ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങളിനി ഒരിക്കലും എൻ്റെ മുമ്പിൽ ഒരിക്കലും എത്തുകയില്ല എന്നെനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എവിടെ പോയി അതിന് അനന്തരമായി? എൻ്റെ പിതാവ് ഈ സംഭവങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സർവശക്തൻ നേരിട്ട് തൊട്ട ഒരു കേസിന് ഇനി മരുന്ന് കുറിക്കാൻ ഞാൻ ആളല്ല. ശബാരബലബ സൈതാരബലബ. ആമേൻ. ഈ ജീവിതം ദൈവം തന്നതാണ്, ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ പിതാവിനെ പറഞ്ഞയച്ചു. അങ്ങനെ ഹൈറേഞ്ചിലേക്ക് എൻ്റെ പിതാവ് കൊച്ചു കുഞ്ഞുങ്ങളായ ഞങ്ങളുമായി വീണ്ടും എത്തി. തൻ്റെ ഉള്ളിലെ മാറ്റം അന്ന് പ്രബലമായ സമുദായം വിട്ട് പെന്തക്കോസ്ത് സത്യങ്ങളിലേക്ക് നയിക്കുവാൻ തനിക്ക് പ്രേരണയായി. എൻ്റെ പിതാവിൻ്റെ ചുവട് പിടിച്ച് എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾ 5 പേര് മേട്ടേൽ പള്ളി എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ ഇവിടുത്തെ പ്രധാന ഓർത്തഡോക്സ് ദേവാലയം വിട്ട് IPCയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഒരു പെന്തക്കോസ്ത് പശ്ചാത്തലത്തിൽ വളർത്തപ്പെടാനൊരു സാവകാശം ദൈവം എനിക്ക് തന്നു. പക്ഷെ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മകനായതുകൊണ്ടാവാം എൻ്റെ കോളേജ് വിദ്യാഭ്യാസം നെടുങ്കണ്ട MES കോളേജിലായിരുന്നു. ആ കാലത്ത് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ കേരള വിദ്യാർത്ഥി യൂണിയൻ KSU എന്ന രാഷ്ട്രീയ സംഘടനയോട് എനിക്ക് അല്പമല്ലാത്ത അഭിനിവേശമുണ്ടായി. 40 കിലോമീറ്റർ അകലെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ വീട്ടിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ നെടുങ്കണ്ട MES കോളേജ്. കാലത്തും വൈകിട്ടും നീണ്ട ദൂരത്തെ യാത്രയും വീട്ടുകാരൊന്നും അറിയുന്നില്ല എന്ന ചിന്തയും എന്നെ ക്ലാസ്സുകൾ കട്ട് ചെയ്ത് പലയിടങ്ങളിലേക്കും എൻ്റെ കുത്തഴിഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പ്രേരിപ്പിക്കപ്പെട്ടു. ഇടുക്കി ജില്ലയിൽ 5 പ്രൊഫഷണൽ കോളേജുകളുണ്ട്, സെക്കുലർ കോളേജുകൾ. ഈ കോളേജുകളിലെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവസരങ്ങളുണ്ടായി. അതോടൊപ്പം തന്നെ വളരെ ചെറുപ്രായത്തിൽ
അനേക ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പ്രൊഫഷണൽ അനൗൺസ്മെൻറ്റും എനിക്കൊരു ഹരമായിരുന്നു. കട്ടപ്പനയിലുള്ള നെടുങ്കണ്ടത്തുള്ള വിവിധ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ ചെറുപ്പത്തിൽ കുറേ പണം എൻ്റെ കയ്യിൽ കിട്ടി. അതോടെ എൻ്റെ മാതാപിതാക്കൾ ജീവന് തുല്യം സ്നേഹിച്ച വിശ്വാസത്തിൽ നിന്ന് എൻ്റെ കാലുകൾ ഇടറിത്തുടങ്ങി. KSUവിൻ്റെ ഉടുമ്പൻചോല താലൂക്ക് സെക്രട്ടറി എന്നൊരു പദവി കോളേജ് വിദ്യാഭ്യാസ കാലത്ത് എനിക്കുണ്ടായി. അത് എൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസത്തിന് പ്രബലമാകുമ്പോൾ ജീവിതം വളരെ പ്രശ്നസങ്കീർണമായ അവസ്ഥയിലേക്ക് കൗമാരത്തിലെ കടന്നു പോകുന്നത് ഞാൻ അറിഞ്ഞു. ആ ദിനങ്ങളൊന്നിൽ എൻ്റെ അമ്മ 7 ദിവസത്തെ പൂർണ്ണ ഉപവാസമാണ് എൻ്റെ മടങ്ങി വരവിന്, എൻ്റെ മാനസാന്തരത്തിനായി. ആ ഉപവാസ ദിനങ്ങളിൽ ഒരു 4ാമത്തെ ദിനമാണെന്ന് തോന്നുന്നു, പലപ്പോഴും എനിക്ക് ഭക്ഷണം വിളമ്പി വെച്ചേച്ച് എൻ്റെ അടുക്കലിരുന്ന് എന്നെ ഭക്ഷണം തന്നേച്ച് എൻ്റെ അമ്മ വിശന്നിരിക്കുന്നത് എൻ്റെ ഉള്ളിൽ അസാധാരണമായ വേദനയായിരുന്നു. പല രാത്രികളും ഞാൻ കിടന്നുറങ്ങുന്ന കട്ടിലിൻ്റെ അടുക്കൽ രാത്രിയിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിൻ്റെ തണുപ്പ് ഹൈറേഞ്ചിൽ എൻ്റെ ദേഹത്ത് വീണ കണ്ണുനീർത്തുള്ളികട നനവറിഞ്ഞ് ഞാൻ അമ്മയെ ബഹളം വെച്ച് ഓടിച്ചു വിട്ടിട്ടുണ്ട് എൻ്റെ മുറിയിൽ നിന്ന്. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത, കഴിഞ്ഞ വർഷം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട അച്ചങ്കുഞ്ചായൻ എന്നറിയപ്പെടുന്ന ഗോസ്പൽ ഫോർ ഡിസേബിൾഡ് എന്ന സംഘടന ആരംഭിച്ച പാസ്റ്റർ CK കുര്യൻ എന്ന ദൈവദാസൻ, പുറം കണ്ണിനൊരിക്കൽ പോലും അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഒന്നും കാണാൻ കഴിയില്ല. പക്ഷേ ഞാൻ വന്നപ്പോൾ എന്നെ സന്തോഷമല്ലേ എന്ന് ചോദിച്ച് പിടിച്ച് മാറ്റി നിർത്തിയിട്ട് പ്രവചനാത്മാവിൽ ഉലകത്തിൽ ആരുമറിയാത്ത രഹസ്യങ്ങൾ എന്നോട് എണ്ണി 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 പറഞ്ഞപ്പോൾ 1988 അടികൊണ്ട് നിലവിളിക്കുന്നൊരു കുഞ്ഞിനെ പോലെ ഞാൻ മുട്ടുകുത്തി. താഴെ വീണ് ചിന്നിച്ചിതറിയ ഒരു കുപ്പി ഗ്ലാസ് പോലെ എൻ്റെ ജീവിതം ഉടയപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. അസാധാരണമായ ഒരു അഭിഷേകം എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. വാവിട്ട് കരയാനല്ല, അത് മറ്റൊന്നിനും ആവാതവണ്ണം ചില മണിക്കൂറുകൾ എൻ്റെ അമ്മയുടെ ഉപവാസത്തിൻ്റെ ദിനങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവെന്നെ രൂപാന്തരപ്പെടുത്തി. ആത്മസാന്നിധ്യം എൻ്റെ ഉള്ളിലേക്ക് വ്യാപരിച്ചപ്പോൾ വിദ്യാഭ്യാസവും രാഷ്ട്രീയവും മറ്റെല്ലാം ഉപേക്ഷിച്ച് ദൈവവചനം പ്രസംഗിക്കണമെന്നൊരാർത്തിയുമായി 1988 കുമ്പനാട് ബൈബിൾ കോളേജിലേക്ക് ഞാൻ കടന്നുപോയി. കുമ്പനാട് ബൈബിൾ കോളേജിലെ പഠനത്തിൽ എൻ്റെ അധ്യാപകനായിരുന്ന പാസ്റ്റർ KC ജോൺ എന്നിൽ വ്യാപരിച്ച ദൈവവിളി തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തോട് കൂടെ പ്രവർത്തിക്കുവാൻ കേരളത്തിലെ ഏറ്റവും വലിയ പ്രാദേശിക സഭ, അന്ന് 435 കുടുംബവും 2000-ലേറെ അംഗങ്ങളുമുള്ള നെടുമ്പ്രം ഗോസ്പൽ സെൻറ്റർ സഭയുടെ 7 വർഷം അസിസ്റ്റൻ്റ് പാസ്റ്ററായി പ്രവർത്തനം ആരംഭിച്ച് ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ദൈവം അവസരം നൽകി. 91 അന്ന് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ 35 വർഷമായി 10ഓളം പ്രാദേശിക സഭകളുടെ പാസ്റ്ററാകാൻ IPC എന്ന അനുഗ്രഹീതമായ പ്രസ്ഥാനത്തോട് ചേർന്ന് 3 വിദേശ രാജ്യങ്ങളിൽ, മസ്കറ്റിലും കുവൈറ്റിൽ 4 വർഷവും ഇപ്പോൾ ഇവിടെ ഖത്തറിൽ 3 വർഷവും, അങ്ങനെ 3 രാജ്യങ്ങളിലും ശുശ്രൂഷിപ്പാൻ, ആയിരക്കണക്കിന് വേദികളിൽ ദൈവവചനം പ്രസംഗിക്കുവാൻ, നിരവധി ബൈബിൾ കോളേജുകളിൽ ദൈവവചനം പഠിപ്പിക്കുവാനൊക്കെ കർത്താവ് ഒരു കൊച്ചായുസ്സിൽ ദൈവം എനിക്ക് അവസരം നൽകി. എൻ്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയ മാറ്റങ്ങൾ നിങ്ങളെയും സ്പർശിക്കട്ടെ, പ്രചോദനമാകട്ടെ. അളവറ്റ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സന്തുഷ്ടമായൊരു കുടുംബജീവിതം നയിപ്പാൻ കഴിഞ്ഞ 30 വർഷമായി ദൈവം എനിക്കും അവസരം നൽകുന്നു. VA തമ്പിച്ചാൻ്റെ സഭാംഗമായ ചിങ്ങവനം ന്യൂണ്ടിയ ചർച്ചിൽ അംഗമാണ് എൻ്റെ ഭാര്യയുടെ ലോക്കൽ ചർച്ച്. 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നു. മൂത്ത മകൻ അളവറ്റ ദൈവകൃപയാൽ അവൻ പഠന മികവോടുകൂടെ അവന് ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ഇൻ്റർനാഷണൽ കോഴ്സായ ACCA വിജയകരമാവണ്ണം പാസ്സാകുവാനും ഡെലോയിറ്റിൽ എന്ന അക്കൗണ്ടിംഗ് ഫേമിൽ അതിൻ്റെ ഹെഡ് ഓഫീസിൽ UK-യിൽ കഴിഞ്ഞ 3 വർഷത്തോളം അസിസ്റ്റൻ്റ് മാനേജരായി പ്രവർത്തിപ്പാനും ദൈവം അവസരം നൽകി. അനുഗ്രഹീതരായ ഒരു മകളെ ഞങ്ങൾക്ക് കഴിഞ്ഞ ഡിസംബർ 25-ന് ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് അവൻ്റെ ഭാര്യയായി ദൈവം നൽകി തന്നു. എൻജിനീയറിംഗ് പഠനം കഴിഞ്ഞ് അവരിരുവരും
ജോലിയോടനുബന്ധിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകുവാനുള്ള ക്രമീകരണത്തിലാണ്. കഴിഞ്ഞ ദിനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ മീറ്റിങ്ങുകളിലെല്ലാം കഴിഞ്ഞ ദിവസം അവൻ കടന്നുപോയി. നിങ്ങൾ അവനെ ഓർത്തും പ്രാർത്ഥിക്കുക. വിസ പ്രോസസ്സുകൾ നടക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഫെബ്രുവരി മധ്യത്തോടുകൂടെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. കൊച്ചുമകനും ദൈവം CPA ക്വാളിഫൈഡ് ആകുവാനും അക്കൗണ്ടിംഗ് ഫേമായ KPMGയിൽ അവൻ ജോലിയോടനുബന്ധിച്ച് കൊച്ചിയിൽ ഇൻഫോ പാർക്കിൽ ജോലിയോടനുബന്ധിച്ചായിരിക്കാനും ദൈവം അവസരം നൽകുന്നു. നിരവധി കർത്തൃദാസന്മാർ വന്നുമിറങ്ങിയും ഒക്കെ പോകുന്ന ഇടമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019 തോന്നുന്നു ഒരു മീറ്റിങ്ങിന് ഞാൻ ഈ രാജ്യത്ത് സന്ദർശനാർത്ഥം വന്നപ്പോൾ വരുവാനൊരവസരമുണ്ടായതുപോലെ ഒരോർമ്മ എനിക്കുണ്ട്. കൃത്യമായി എനിക്ക് ഓർക്കുന്നില്ല, എങ്കിലും വന്നുവെന്നാണ് എൻ്റെ പ്രതീക്ഷ. സണിച്ചാനെ അന്നു മുതലാണ് എനിക്ക് പരിചിതമായത്. നിങ്ങൾ എന്നെ ഓർത്തും പ്രാർത്ഥിക്കുക. മനോഹരമായൊരു സഭ ദൈവം ഇവിടെ ദാനമായി തന്നു. 100 കുടുംബങ്ങളിൽ നിന്നായി 300ഓളം അംഗങ്ങൾ കൂടുന്ന IPCയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മയാണ് ശാലേം സഭ. ആ സഭയോർത്തും നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വചനചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിന് ആധാരമായി നമുക്ക് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. മതി. ആമേൻ, ആമേൻ. 3 പ്രധാന വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം, വിളിയാലുള്ള ആശ, അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നറിയേണ്ടതിന് പൗലോസ് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, മനോഹരമായ ഈ മധ്യാഹ്നം കഴിഞ്ഞ സമയത്തിനായി സ്തോത്രം. ഈ കൊച്ചു കൂട്ടായ്മയിൽ ഹൃദയബന്ധത്തോടെ രക്തം കൊണ്ട് കഴുകി വീണ്ടെടുത്ത് വചനത്തിൻ്റെ മുമ്പാകെ തുറന്ന ഹൃദയവുമായി ഇന്ന് പകലായിരിക്കുന്ന മുഴുവൻ പേരെയും അടിയൻ അങ്ങയുടെ ഉള്ളം കയ്യിലേക്ക് കൈമാറുന്നു. അനുഗ്രഹം കൊണ്ട് വിടുതൽ കൊണ്ട് പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരാത്മചൈതന്യം ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും പകരപ്പെടുവാൻ അവിടുന്ന് കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത്ഭുതം ചെയ്യുന്നുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടുകൊണ്ട് വാഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. സ്തോത്രം. പരിമിതമായ ഒരു നിമിഷത്തിൻ്റെ ഉള്ളിൽ എനിക്ക് നൽകപ്പെട്ട സമയത്തിനകത്ത് ഈ വാക്യത്തെ കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആത്മാവ് എനിക്കിഷ്ടം തരുന്നത്. പാഴ്സി മതഗ്രന്ഥമാണ് സെന്തവസ്ഥ, ഇസ്ലാം മതഗ്രന്ഥമാണ് ഖുറാൻ, ഹൈന്ദവ മതഗ്രന്ഥമാണ് രാമായണം, ഭാഗവതം, ഭഗവത്ഗീത, ബുദ്ധ മതഗ്രന്ഥമാണ് ത്രിപീഡികം, സിഖ് മതഗ്രന്ഥമാണ് ഗ്രന്ഥ സാഹിബ്. ലോകത്തിലെ എല്ലാ വിശ്വാസങ്ങൾക്കും പ്രമാണികമായ രേഖയായ മതഗ്രന്ഥമുണ്ട്. അതേപോലെ ഒന്ന് മാത്രമാണോ ക്രിസ്തീയ വിശ്വാസത്തിന് ആധാരമായ ബൈബിൾ? എന്താണ് ബൈബിളിൻ്റെ പ്രത്യേകത? വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത 1600 വർഷം കൊണ്ട് 3 വൻകരയിലുള്ള 12 രാജ്യങ്ങളിലിരുന്ന് 40ഓളം എഴുത്തുകാർ എബ്രായ, ആരാമ്യ, ഗ്രീക്ക് 3 ഭാഷകളിൽ എഴുതി പൂർത്തീകരിച്ചൊരു പുസ്തകം.
ഒന്നാമത്തെ എഴുത്തുകാരൻ മരിച്ചു മരവിച്ചയുടെ അസ്ഥികൾ വരെയും ദ്രവിച്ചു 15 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒടുവിലത്തെ എഴുത്തുകാരൻ ജനിച്ചു. എഴുതിയതോ ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പും 3 വൻകരയിലുള്ള 12 രാജ്യങ്ങളിൽ. എഴുതിയവരോ കാട്ടത്തിപ്പഴം പെറുക്കി നടന്നവരും ആടുകളെ തീറ്റി വനാന്തരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞവരും മീനുളുമ്പിൻ്റെ ദുർഗന്ധമുള്ള മുക്കുവ ചെറുപ്പക്കാരും കൊട്ടാരങ്ങളിൽ അന്തഃപുരങ്ങളിൽ ജീവിച്ച ചക്രവർത്തിമാരും അൾത്താരകളിൽ ശുശ്രൂഷിച്ച പുരോഹിതന്മാരും പ്രവാചകന്മാരും, അങ്ങനെ വൈവിധ്യമായ വിഭാഗത്തിൽപ്പെട്ടവർ. കേബാർ നദീതീരങ്ങളും ശൂഷൻ രാജധാനിയും ഉലായി നദീമുഖവും യെരൂശലേമിൻ്റെ അന്തഃപുരങ്ങളും അൾത്താരകളും മരുഭൂമിയുടെ മണലാരണ്യവും ഒക്കെ എഴുത്തുവേദികളായി മാറി. ഇങ്ങനെ വ്യത്യസ്ത നിലവാരങ്ങളിലുള്ള ആളുകൾ വിവിധ ഇടങ്ങളിലിരുന്ന് എഴുതിയിട്ടും വേദപുസ്തകം വായിക്കുന്ന ഒരാൾക്ക് തിരിച്ചറിയുന്ന സത്യമുണ്ട്. ഒരെഴുത്തുകാരൻ ഒറ്റ ഇരിപ്പിലിരുന്ന് എഴുതിയതുപോലെ ഇതിൻ്റെ വാക്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസാധാരണമായ ബന്ധം. ശിഖാരബലവസ്യ. ആമേൻ. എനിക്ക് വേദപുസ്തകത്തിൽ ഏതാണ്ട് 31,173 വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളുടെ പ്രത്യേകത, ബൈബിൾ പറയുന്നൊരു പദമുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ. എന്താണ് ഈ ദൈവശ്വാസീയമെന്ന് പറഞ്ഞാൽ? എഴുതിയത് ആരൊക്കെയാകട്ടെ, പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയ മോശയോ പൗലോസോ പത്രോസോ യാക്കോബോ യോഹന്നാനോ എഴുതിയത് എവിടെ വച്ചാകട്ടെ, എഴുതുമ്പോൾ എഴുതിയ വചനത്തിന്റെ മേൽ ആമേൻ. എഴുതിയ വചനത്തിന്റെ മേൽ ദൈവത്തിന്റെ ശ്വാസം വീണതുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ആ പേന കൊണ്ട് ഒരു അക്ഷരം എഴുതുമ്പോൾ ഞാനൊരു എഴുത്തുകാരനാണെങ്കിൽ എഴുതുന്ന വചനത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ ശ്വാസം, ആമേൻ, തിരുവെഴുത്തുകളിലേക്ക് ദൈവത്തിന്റെ ശ്വാസം വീണതുകൊണ്ട് തിരുവെഴുത്ത് ദൈവശ്വാസീയമാകയാൽ. എന്താ ദൈവശ്വാസത്തിന്റെ പ്രത്യേകത? ഇവിടെ ഇരിക്കുന്ന ആരുടെ ശ്വാസം പോലെയല്ല ദൈവത്തിന്റെ ശ്വാസം. വാരിയെടുത്ത ഒരു പിടി മണ്ണ് കുഴച്ച് ഒരു മൺരൂപമുണ്ടാക്കി അതിലേക്കൊന്ന് ഊതിയ മാത്രയിൽ സ്തോത്രം. കാലത്തൊരു ചപ്പാത്തി കുഴയ്ക്കാൻ മാവ് കുഴച്ചു നമ്മളൊന്ന് ഊതുമ്പോൾ ആ ചപ്പാത്തി ഒരു കോഴിക്കുഞ്ഞു പോലെ ഓടി നടന്നാൽ നമ്മൾ ഞെട്ടിപ്പോകത്തില്ലേ? വാരിയെടുത്ത കുഴച്ച മണ്ണിലേക്ക് ദൈവമൊന്ന് ഊതിയപ്പോൾ, സ്തോത്രം, ആ അതേ ശ്വാസമാണ് വചനം പറയുന്നിടത്ത്. പ്രസംഗിക്കാൻ ഇനി സണ്ണി പാസ്റ്റർ അല്ല, സന്തോഷ് പാസ്റ്റർ അല്ല, ആരുമല്ല. ഒരു കൊച്ചു കുഞ്ഞൊരു മെമ്മറി വേഴ്സ് പറയുമ്പോൾ ചുടബരബ സിതാരബലബ ആമേൻ.
സ്തോത്രം. വചനത്തിന്റെ ശക്തി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാക്കിനല്ല, നരേന്ദ്രമോദിയുടേതല്ല, ലോകത്തിലെ ഒരു ഗവൺമെന്റിന്റെയും ഒരധികാരത്തിനുമില്ലാത്ത ശക്തി ഇന്ന് പകൽ നിന്നെ നോക്കിക്കൊണ്ട്, നിന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട്, നിന്റെ താറുമാറായ വിഷയങ്ങളെ നോക്കിക്കൊണ്ട്, നിന്റെ പ്രതിസന്ധികളുടെ മേൽ ഇന്ന് പകലൊരു വചനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അവിടെ പകരുന്ന വിടുതൽ. സ്തോത്രം. എനിക്ക് സങ്കീർത്തന പുസ്തകത്തോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. ബൈബിളിൻ്റെ മനോഹരമായ പാട്ടുപുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. 66 സുന്ദരമായ മുറികളോട് കൂടിയൊരു കൊട്ടാരമാണ് ബൈബിൾ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ സിറ്റൗട്ടാണ്, പ്രവേശന കവാടമാണ്, പൂമുഖമാണ്. പുറപ്പാട് പുസ്തകം അതിൻ്റെ യാത്രാമുറിയാണ്. ഒരു കാട്ടുകമ്പും കയ്യിൽ പിടിച്ച് 6 ലക്ഷം വീടുകളിലെ 25 ലക്ഷം വരുന്ന ജനതയെ 40 വർഷം പാലും തേനും ഒഴുകുന്നിടത്തേക്ക് നടത്തുന്ന ഒരു യാത്രാമുറി. ലേവ്യ പുസ്തകം അവരുടെ ആരാധനാമുറിയാണ്. ആവർത്തന പുസ്തകം അവരുടെ ഓർമ്മക്കുറിപ്പുകളുടേതാണ്. അങ്ങനെ വരുമ്പോൾ സങ്കീർത്തന പുസ്തകം അതിൻ്റെ സംഗീതമുറിയും, ഉത്തമഗീതം അതിൻ്റെ മണിയറയും, വെളിപ്പാട് പുസ്തകം അതിൻ്റെ കലവറയുമായാണ് വിശദീകരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഈ സങ്കീർത്തന പുസ്തകം ദേശഭക്തി ഗാനങ്ങളാണ്. 150ഓളം മധുര മനോഹരമായ പാട്ടുകൾ. 73 പാട്ടുകൾ ദാവീദും, 12 പാട്ടുകൾ ആസാഫും, 11 പാട്ടുകൾ കോരഹപുത്രന്മാരും, പിന്നെ മോശയും ശലോമോനും യദൂദാനും ഒക്കെ ചേർന്ന് എഴുതിയ മനോഹരമായ 150 പാട്ടുകൾ. ആ പാട്ടുപുസ്തകത്തിനകത്തെ സുന്ദരമായൊരു വാക്യമാണ് 103-ാം സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ സ്വന്തം നെഞ്ചിന് നേരെ വിരൽ തിരിച്ചു പിടിച്ചുകൊണ്ട് പറയുന്നൊരു വാചകമുണ്ട്: എൻ മനമേ യഹോവേ വാഴ്ത്തുക. സ്തോത്രം. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, പ്രസംഗിക്കുന്ന പാസ്റ്ററോ പാടിയ സഹോദരങ്ങളോ വേറെ ആരുടെയും കാര്യമല്ല. എൻ്റെ മനസ്സേ നീ യഹോവേ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്തോത്രം. അത്രയും പറഞ്ഞേച്ച് പാട്ടുകാരൻ ഓർത്തു, വെറുതെ വാഴ്ത്താൻ നമുക്ക് എപ്പോഴും വരുന്നത് കൊണ്ട്, എപ്പോഴും പാടുന്നത് കൊണ്ട് നമുക്കൊരു പ്രാർത്ഥനയോ പാട്ടോ ഒന്നും അത്ര ചിന്തിക്കാതെ ഈസി ആയിട്ട് ചെയ്യാനൊക്കും. അതുകൊണ്ട് പറഞ്ഞു, അങ്ങനെ വേണ്ട. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, അകത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് എൻ്റെ സർവാന്തരംഗവുമേ, എൻ്റെ സർവാന്തരംഗവുമേ. സ്തോത്രം. ഇന്ന് പകൽ ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ദൈവത്തോടുള്ള നന്ദി കൊണ്ട് 2026 എന്ന പുതിയ വർഷം ഒരനുഗ്രഹമാകണമെന്ന പ്രാർത്ഥനയോട് അന്തരാത്മാവിന്റെ ആഴത്തിൽ നിന്ന് ഒരു സ്തുതി ഉയരാൻ തുടങ്ങിയാൽ ആമേൻ. വചനം നമ്മളോട് പറയുന്നൊരു കാര്യം, ഒന്ന് വാഴ്ത്തിയച്ചൊന്ന് പോസ്റ്റ് ചെയ്യണം. ദൈവത്തെ ശരിക്കൊന്ന് ആരാധിച്ചൊന്ന് നിശബ്ദമാകണം വിടുതലുകൾക്ക്. എന്താണ്? ഒന്ന്, ആരാധിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട്. ഒന്ന്, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അകൃത്യമെന്ന് പറഞ്ഞാൽ എന്താ? അയോഗ്യമല്ലാത്ത പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ CSIയുടെ പ്രാർത്ഥനാക്രമത്തിലുണ്ട്: ദൈവമേ, ഞങ്ങൾ ചെയ്യരുതാത്തതെല്ലാം ചെയ്തും ചെയ്യേണ്ടതൊന്നും ചെയ്യാതെയും ഞങ്ങൾ പാപികളായിരിക്കുന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ടത് പലതും ചെയ്യുന്നില്ല,
ചെയ്യരുതാത്ത പലതും ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പിശാച് നമ്മളെക്കുറിച്ച് അനവധി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിറകണ്ണുകളോടെ ഒന്ന് നന്ദി പറയുമ്പോൾ പിശാച് നമുക്കെതിരെയുള്ള ആരോപണത്തിന്റെ സകലതും മോചിപ്പിക്കുന്നു. സ്തോത്രം. പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരാളെ വെറുതെ വിടുന്നതിന് തുല്യമായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്ര സ്തോത്രം. ശിക്ഷ വിധിക്കേണ്ട ഒരുവനെ നോക്കിക്കൊണ്ട് സ്വർഗം പറയുന്നു, നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. എനിക്ക് അടുത്ത വാചകം, അകൃത്യം മോചിച്ചെന്ന് പറഞ്ഞു. എന്നാൽ ഇനി എല്ലാം വെറുതെ വിട്ട് വീട്ടിലോട്ട് പോകാനല്ല, ദൈവം പിടിച്ച് നേരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഏറ്റവും നല്ല ലക്ഷറി ബെഡിലോട്ട് കിടത്തിയിട്ട് അടുത്ത വാചകം, നിന്റെ സകല രോഗങ്ങളെയും തീവീണ ദൈവവൈതലെ ഒന്ന് ആരാധിക്കുമ്പോൾ, ഒന്ന് മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിനൊരു നന്ദി പറയുമ്പോൾ, ആമേൻ ആമേൻ ആമേൻ. ഊടാ രാധാ റീധല ജലഗ സ്ഥൈഡബ രംദല ബൗഡബ റൗഡേ റീദേ റിഗലേ ധീമാ റബലബ രംദൽ ഖാലബ റൗഡ സ്ഥൈഡബ റീദല ജലഗേ. ആമേൻ. സകല രോഗങ്ങളും, നിങ്ങളെ ആരെയും പിശാച് തെറ്റിദ്ധരിപ്പിക്കല്ലേ കേട്ടോ. ഏതെങ്കിലും രോഗശാന്തി വരപ്രാപ്തന്റെ കയ്യിൽ നിന്ന് വിടുതൽ കിട്ടിയെന്ന്, ഏതെങ്കിലും വലിയ അത്ഭുത ശുശ്രൂഷകന്റെ അസാധാരണ പ്രാർത്ഥന കൊണ്ട് നടന്നെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മഹത്വം ഒരു പാസ്റ്ററിനും വിട്ടുകൊടുക്കരുതേ, ഒരു മനുഷ്യനും അപകരിക്കരുതേ, ആരെ കൊണ്ടുമല്ല. ഇന്ന് പകൽ നീ ദൈവത്തിന് നന്ദി പറയുമ്പോൾ അകൃത്യമോചനവും സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, ദയയും കരുണയും അണിയിക്കുന്നു, യൗവനം കഴുകനെ പോലെ പുതുകി വരുന്നു, വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. സ്തോത്രം. സങ്കീർത്തനകാരൻ പറയുന്നൊരു വാചകമുണ്ട്, വശത്ത് 1000 പേരും വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും നിന്നോടടുത്തു വരികയില്ല. സ്തോത്രം. ഒരു സെക്കൻഡ് 2.5 ആളുകൾ, ഒരു മിനിറ്റിൽ 150 പേർ. ഇന്ന് രാത്രി 10-ാം തീയതി ജനുവരി 10 തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഈ 9-ാം തീയതി ഉണ്ടായ 3.5 ലക്ഷം ആളുകൾ ഈ ഭൂമിയിൽ ഇല്ല കേട്ടോ. ലക്ഷങ്ങൾ. നമ്മൾ ഓരോ ദിവസത്തെയും വർത്തമാന പത്രങ്ങളുടെ മരണവാർത്തകളുടെ ചരമ പേജുകൾ, വാർത്തകൾ നോക്കണം. നമ്മളെക്കാൾ സുന്ദരന്മാർ, മിടുമിടുക്കന്മാർ, എത്രയോ ചെറുപ്പക്കാർ അവരുടെ പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങളുമായി യാത്ര പറഞ്ഞപ്പോൾ നിന്റെ വശത്ത് 1000 എണ്ണം വീണു, വലത്തുവശത്ത് കൂടെ 10,000 എണ്ണം വീണു. എന്നാൽ അത് നിന്നോടടുത്തു വരാതെ ഈ ദിനവും ഈ 2025 പൂർത്തീകരിക്കത്തില്ലെന്ന് വാദിച്ചപ്പോൾ ഈ 26-ന്റെ 10 ദിനങ്ങളും കാണാൻ അവശേഷിപ്പിച്ച ദൈവത്തിന്റെ കരുണയെന്നറിയണേ. ജീവനെ നാശം. ഇത്രയും കാര്യങ്ങൾ, ഈ 5-6 കാര്യങ്ങൾ കിട്ടുന്നത് എപ്പോഴാണെന്നറിയാവോ? ഒന്ന് സ്തുതിച്ച, മനസ്സ് തുറന്ന് എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞൊന്ന് ആരാധിക്കുമ്പോൾ. ഇന്ന് പകല് ഞാൻ പറയുന്നു, ഇതിന്റെ നടുവിലൂടെ സ്തോത്രം. ഈ യൗവനം പുതുകി വരിക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വിശദീകരിക്കേണ്ടതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമുണ്ട്.
ഞാൻ ധരിച്ചു വെച്ചിരുന്ന പാസ്റ്ററായിട്ടും പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാൾ ധരിച്ചു വെച്ചത് ഈ അബ്രഹാമിൻ്റെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും സാറയുടെ സ്ത്രീ സഹജമായ ഇനി സാധ്യതകൾ അസ്തമിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു, എങ്ങനെയോ ടെസ്റ്റ് ട്യൂബിൽ ഒരു കുഞ്ഞുണ്ടാകുന്ന പോലെ എങ്ങനെയോ അസാധാരണമായൊരു അത്ഭുതം കൊണ്ട് ഒരമ്മച്ചി അങ്ങ് ഗർഭിണിയായൊരു മകനെ കിട്ടി എന്നൊക്കെയാ ധരിച്ചത്. എന്ന വേദപുസ്തകം പറയുന്നൊരു വാചകമുണ്ട്. ദൂതൻ വന്ന് മമ്രയുടെ തോപ്പിൽ അത് കഴിഞ്ഞ് അബ്രാം സാറയോട് പറയുന്നൊരു വാചകമുണ്ട്, നീ അസാധാരണ സുന്ദരിയാണ് കേട്ടോ, നിന്നെ കണ്ടാൽ അബീമേലെക്ക് രാജാവ് തട്ടിക്കൊണ്ടുപോകും, എന്നെ കൊന്നേച്ച് എന്ന് പറഞ്ഞാൽ സാറയുടെ യൗവനം മടക്കി വരുത്തി ആരും ആകർഷിക്കുന്ന നിലവാരത്തിൽ ഒരുവളാക്കി മാറ്റിയിട്ട് അവൾക്കൊരു തലമുറ നൽകാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവവൈതലേ, ദൈവത്തിന്റെ അസാധാരണ പ്രവർത്തികൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനിങ്ങനെ പോയാൽ ഈ വായിച്ച വാക്യത്തിലേക്ക് വരാൻ കഴിയത്തില്ല. പ്രസംഗശാസ്ത്രപ്രകാരം ഒന്നും പറയാനൊക്കത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പരിമിതമായ നിമിഷങ്ങൾ ആ വാക്യത്തോട് നീതി പുലർത്തണമല്ലോ. അത് നിമിത്തം നിങ്ങൾക്ക് സകല വിശുദ്ധന്മാരോടും ക്രിസ്തുവേശുവിലുള്ള സ്നേഹത്തെക്കുറിച്ചും കേട്ടിട്ട് കാരാഗ്രഹത്തിനകത്ത് പൗലോസ് മുട്ടുമടക്കുന്ന പരമപ്രധാനമായ ഒരു രംഗമാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. പൗലോസിൻ്റെ 4 കാരാഗ്രഹ പ്രാർത്ഥനകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 പ്രാർത്ഥനകൾ എഫേസ്യ ലേഖനത്തിലാണ്. 1-ാം പ്രാർത്ഥന ഈ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നതും 2-ാം പ്രാർത്ഥന 3-ാം അധ്യായത്തിലുമുണ്ട്. പൗലോസിൻ്റെ പ്രാർത്ഥനകളൊന്നും ഭൗതികതയോട് ബന്ധപ്പെട്ടതേ ആയിരുന്നില്ല എന്നറിയുമ്പോഴാണ് നാം എന്തു പ്രാർത്ഥിക്കണമെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത്. വേദപുസ്തകം അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നമുക്ക് വേണ്ടിയതെല്ലാം. സ്വർഗത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്ന ആത്മീകത ദർശനമാക്കിയ ഒരു ദൈവവൈതലിന് ദൈവം ഇങ്ങനെ വാക്യകാര്യങ്ങളെല്ലാം നൽകും. അത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എഫെസോസ് പൗലോസിന് പ്രിയങ്കരമായ ഒരു പട്ടണമായിരുന്നു. തൻ്റെ 2-ാം മിഷണറി യാത്രയിൽ എഫെസോസിൽ പൗലോസ് കടന്നു വരുന്നു. അവിടെ ചെന്ന് കാലുകുത്തുമ്പോൾ ക്ഷേത്ര നഗരമായ അന്ധകാരാഭിചാര കർമ്മങ്ങൾ കൊണ്ട് നിബിഡീകൃതമായ അർത്തമിസ് ദേവിയുടെ ക്ഷേത്രമുള്ള ഇടത്ത് പൈശാചികതകൾ കൊണ്ട് പെരുകിയ ആ പട്ടണത്തെ പൗലോസിന് ഒരാത്മസാന്നിധ്യം അനിവാര്യമായി. അവിടെ 12ഓളം ചെറുപ്പക്കാരെ കണ്ടു. അവരെ കണ്ടപ്പോൾ ആദ്യം പൗലോസ് ചോദിച്ച ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഉടനെ അവരുടെ മറുപടി ആത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പൗലോസ് അവരെ വീണ്ടും അവരുടെ സ്നാനം സംബന്ധമായ ചർച്ചയിലേക്ക് നടത്തി. 12 ചെറുപ്പക്കാർ, ചുറുചുറുക്കുള്ള കരുത്തന്മാർ, കതിനാക്കുറ്റി വെടിമരുന്ന് നിറച്ചതുപോലെ ഒരു തീയുടെ മണമടിച്ചാൽ പൊട്ടിത്തെറിക്കാൻ വെമ്പി നിന്ന ആ മിടുക്കന്മാരെ ദൈവരാജ്യത്തിന് വേണ്ടി നേടിയിട്ട് അവരെ പരിശീലിപ്പിക്കുവാൻ ഒരനുഗ്രഹീത കുടുംബത്തെ ഒരുക്കി. അങ്ങനെ എഫെസോസിൽ മനോഹരമായ ഒരു വേലയ്ക്ക് ആരംഭം കുറിച്ചു. ആ വേല വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. അവിടെ നമുക്കവിടെ കാണാൻ കഴിയും. അവിടെ ഒരു ട്യൂഷൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തുറന്നോസ് എന്നായിരുന്നു. തുറന്നോസ് എന്ന പേര് ട്യൂഷൻ പിള്ളേർ അദ്ദേഹത്തിനിട്ട ഇരട്ട പേരാണ്. തുറന്നോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തല്ലുകാരനെന്നാണ്. നല്ല വടി കൊണ്ട് പണ്ട് കാലത്ത് കുഞ്ഞുങ്ങളെ ശരിക്ക് തല്ലിച്ചതയ്ക്കുന്ന അദ്ദേഹത്തെ കേൾക്കയോ കേൾക്കാതെയോ കുഞ്ഞുങ്ങളുടെ ഇടയിൽ മർദ്ദകൻ എന്നൊരു പേര് വീണു. ആ പേര് തന്നെ വൈദ്യനായ ലൂക്കോസ് അയാളെക്കുറിച്ച് സംബോധന ചെയ്യാൻ ഉപയോഗിച്ചു. സായാഹ്നങ്ങളിൽ മാത്രം കുഞ്ഞുങ്ങളെ രച്ചു വരുന്ന ആ ട്യൂഷൻ സെന്റർ പകലുകളെല്ലാം അരഭിത്തി പോലും ഇല്ലാത്ത ആ കൊച്ചു തുറന്നു കിടക്കുന്ന വെയിറ്റിംഗ് ഷെഡ് പോലെയുള്ള ആ എഫെസോസിന്റെ ചന്തയുടെ ഓരത്ത് അവിടെ
കർത്തൃദാസൻ അവിടെ വിശ്രമിക്കുന്ന ആളുകളോട് മുട്ടി ഉരുമിയിരുന്നു സുവിശേഷം പങ്കുവെച്ചു തുടങ്ങി. എഫെസോസ് ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമാണ്. ചുറ്റുപാടുകളിലും നമുക്കറിയാം ഏഷ്യ മൈനറിൻ്റെ 7 സഭകൾ, എഫെസോസിൽ, സ്മുർന്നയില്, പെർഗമോസില്, സർദീസയില്, തുയത്തൈരയില്, ഫിലദൽഫിയയില്, ലവോദിക്കയില്, പിന്നീട് കൊലോസ്യയില്, ഹിയരപ്പോലീസില്, ചുറ്റുമുള്ള പട്ടണങ്ങളിലെ ആളുകളെല്ലാം ആ തുറമുഖ പട്ടണത്തിൽ വന്നാണ് സാധനങ്ങൾ വാങ്ങി തലച്ചുമടായി കൊണ്ടുപോകുന്നത്. കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ യന്ത്രവാഹനങ്ങളൊന്നുമില്ലാതിരുന്ന ആ കാലഘട്ടങ്ങളിൽ 100 കിലോമീറ്റർ 150 കിലോമീറ്ററിലൂടെ കടന്നു വരുന്ന ആളുകൾ അവിടെ എപ്പോഴും തിങ്ങിയിരുന്ന് സുവിശേഷം കേൾക്കാൻ തുടങ്ങി. അങ്ങനെ അവരോട് മുട്ടിയിരുമി ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറി ഒരു തലക്കനവുമില്ലാതെ തൻ്റെ അടുക്കലൂടെ വരുന്നവരോടെല്ലാം സുവിശേഷം പങ്കുവെച്ച് മനോഹരമായൊരു സഭ അവിടെ ആരംഭിച്ചു. പൗലോസിന്റെ പ്രസംഗം കണ്ണുനീരോടുകൂടെ ആയിരുന്നു. ഉദാഹരണങ്ങളോ ഒരുപക്ഷെ ഷേക്കൻ ബേബി സിൻഡ്രോം എന്ന് പറയുന്ന പോലെ കുഞ്ഞുങ്ങളെ പൊക്കിയിടുന്ന പോലെ ഇക്കിളിപ്പെടുത്തുന്ന കഥകളൊന്നും ആയിരുന്നില്ല. അവരുടെ ഉള്ളിൽ വികാരത്തോട്, അവരുടെ ക്രിസ്തു ജനിക്കണമെന്ന ചിന്തയോടുകൂടെ ആ കർത്തൃദാസന്റെ നിറകണ്ണുകളോടെയുള്ള സായാഹ്ന മീറ്റിങ്ങുകൾ ആയിരങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. സഭ അതിവേഗം വളരുന്നത് കണ്ടുകൊണ്ട് ആ കർത്തൃദാസൻ സന്തുഷ്ടനായി. അദ്ദേഹം ഇങ്ങനെ എഴുതി, വരുന്ന 1 കൊല്ലം കൂടെ ഞാൻ ഈ പട്ടണത്തിൽ ഉണ്ടാവും. ഇപ്പോൾ 2.5 വർഷമായി പൗലോസ് എഫെസോസ് വിടാതെ ശുശ്രൂഷിക്കുകയാണ്. ഇനി 1 വർഷം കൂടെ ഞാൻ ഇവിടെ ഉണ്ടാകും. പക്ഷെ അദ്ദേഹത്തിന് അത്രയും എഴുതിയിട്ട് ഒരു കാര്യം ആശങ്കയാണ്. ചില എതിരാളികളുണ്ട്. അലക്സാണ്ടർ തുടങ്ങിയ ചെമ്പ് പണിക്കാർ എഫെസോസിൽ ക്ഷേത്ര ദർശനത്തിന് വരുന്നവരെല്ലാം വെള്ളിയിൽ തീർത്ത അർത്തമീസ് ദേവിയുടെ ചെറു വിഗ്രഹങ്ങൾ വീട്ടിൽ കൊണ്ട് പൂജിക്കാറുണ്ട്. പക്ഷെ കൈകൊണ്ടുണ്ടാക്കുന്നതൊന്നും ദൈവങ്ങളല്ല എന്ന കഴിഞ്ഞ 2.5 വർഷമായ കർത്തൃദാസന്റെ പ്രസംഗം അവരുടെ ബിസിനസിന്റെ വിലയിടിച്ചു. ചെലവ് കുറഞ്ഞു. വെള്ളി രൂപങ്ങൾ ഇപ്പോൾ ആർക്കും വേണ്ടാതെയായി. വെള്ളി തട്ടാന്മാര് തമ്മിൽ ആലോചിച്ചു, ഇവനെ ഇവിടെ നിർത്തിയാൽ ഒക്കത്തില്ല. ആരൊക്കെയോ ആ വിവരം കർത്തൃദാസനോട് പറഞ്ഞു. വരുന്ന പെന്തക്കോസ്ത് പെരുന്നാൾ വരെ ഇവിടെ ഉണ്ടെന്ന് എഴുതിയിട്ട് അദ്ദേഹം പറഞ്ഞു, എതിരാളികൾ പലരുണ്ട്. പക്ഷെ ദൈവം എനിക്ക് വിശാലമായ വാതിൽ ഇവിടെ തുറന്നിരിക്കുന്നു. എന്നാൽ നാം വേദപുസ്തകം പഠിക്കുമ്പോൾ അറിയാം, തൻ്റെ പൗലോസിൻ്റെ ആഗ്രഹപ്രകാരം വരുന്ന പെന്തക്കോസ്ത് പെരുന്നാൾ വരെ അവിടെ നിന്നില്ല. തുറന്ന വിശാലമായ വാതിലിലൂടെ കൂട്ടമാനസാന്തരങ്ങൾ കണ്ടില്ല. ആയിരങ്ങൾ മുമ്പോട്ട് വരും മുമ്പ് എതിരാളികൾ പൗലോസിനെ കൊന്നുകളയാൻ പദ്ധതിയുണ്ടാക്കി, കലക്കമുണ്ടാക്കി. താൻ ശുശ്രൂഷിക്കുന്ന എഫെസോസിൽ നിന്ന് ഒരു വിടവാങ്ങൽ പ്രസംഗം പോലും ചെയ്യാനാവാതെ, ഏറ്റവും പ്രിയങ്കരായ ആളുകളോട് യാത്ര പോലും പറയാനാവാതെ സഹോദരങ്ങൾ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞയച്ചു. അങ്ങനെ പിന്നീട് പൗലോസിന്റെ 3-ാം മിഷണറി യാത്ര, അന്റോണിയോ കോട്ടയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് 2 വർഷം കൈസരയിൽ തടവിൽ പാർപ്പിക്കപ്പെട്ടു. കപ്പൽ ഛേദത്തിന്റെ 5 മാസങ്ങളും പിന്നിട്ട് ഏതാണ്ടിപ്പോൾ 3 വർഷം കഴിഞ്ഞു. തൻ്റെ പ്രിയങ്കരായ കൂട്ടുവിശ്വാസികളെ കാണാതെ റോമൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാണ്. റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിന്റെ അടുക്കൽ എഫെസോസിൽ നിന്ന് വന്ന ഒരാളെ കണ്ടപ്പോൾ ആ പൗലോസ് അവരോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് എൻ്റെ വിശ്വാസികൾ? എങ്ങനെയുണ്ട് എഫെസോസിലെ സഭ? അവർ പറഞ്ഞു, അവരെല്ലാം ക്രിസ്തുവിൽ വിശ്വാസമുള്ളവരും സകല വിശുദ്ധന്മാരോടും സ്നേഹമുള്ളവരുമായിരിക്കുന്നു. ഈ 2 വാക്ക് കേട്ട മാത്രയിൽ പാപോലും വിരിക്കാത്തൊരു തറയിലേക്ക് തണുത്തുറഞ്ഞ റോമൻ കാരാഗ്രഹത്തിന്റെ മൺതറയിലേക്ക് മുഴങ്കാലുമടക്കി ആകാശത്തേക്ക് കൈകൾ വിരിച്ച് വിദൂരതയിലുള്ള തൻ്റെ നിറകണ്ണുകളോടെ സമ്പാദിച്ച കരളിന്റെ കാതൽ പോലെ സ്നേഹിച്ച ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ കരുതിയ എഫെസോസ് വിശ്വാസികൾക്കു വേണ്ടി 7 കാര്യങ്ങൾ പൗലോസ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഒരു ദൈവ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഒപ്പിയെടുത്ത ഓർമ്മകളാണ് നാം ഈ
15 മുതൽ കാണുന്നത്, എഫെസോസിലുള്ളവർ സകല വിശുദ്ധന്മാരോടും സ്നേഹമുള്ളവരും ക്രിസ്തുവിൽ വിശ്വാസമുള്ളവരുമെന്നറിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന, കർത്താവേ അവരുടെ ഹൃദയ ദൃഷ്ടിയൊന്ന് പ്രകാശിപ്പിക്കണേ, അവരുടെ ഹൃദയ ദൃഷ്ടിയൊന്ന് പ്രകാശിപ്പിക്കണേ. ഇന്ന് പകൽ ഇതിന് നടുവിലിരിക്കുന്ന ദൈവ പൈതലേ, പുറം കണ്ണുകളുടെ കാഴ്ചയല്ല വിഷയം, പുറം കണ്ണുകളുടെ കാഴ്ചയല്ല ഈ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയല്ല. അകം കണ്ണുകളൊന്ന് ആത്മാവിൽ തുറന്നാൽ ഞാനും നിങ്ങളും തിരിച്ചറിയുന്ന ചില സത്യങ്ങളുണ്ട്. ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചാൽ ആദ്യം അറിയേണ്ടത് വിളിയാലുള്ള ആശ ഇന്നതെന്നറിയണം. ഇന്നിവിടെ യോഗത്തിന് വന്നിരുന്ന് സാക്ഷ്യം പറയാൻ അവസരം നൽകിയാൽ, ബ്രദറെ, സിസ്റ്ററെ, കുഞ്ഞെ, മോനെ, മോളെ എന്ന് വിളിച്ചാൽ നമുക്ക് പല ആശകളുമുണ്ട്. നമ്മുടെ ആശകളല്ല, കർത്താവ് നമുക്ക് എന്ത് ചെയ്തു തരണം. പല ആളുകളും ദൈവത്തെ അവർക്ക് ശാരീരിക സൗഖ്യം തരുന്ന, സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറുന്ന, ഉന്നതമായ വിജയങ്ങൾ നൽകുന്ന, നല്ല ജോലി തരുന്ന, നല്ല വീട് തരുന്ന, നല്ല വാഹനം തരുന്ന, അവർക്ക് വേണ്ടിയതെല്ലാം കരുതി വെക്കുന്ന ദൈവത്തെ കൊണ്ട് അവരെന്തെല്ലാം ഉപയോഗിക്കാമോ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ വചനം പറയുന്നു, ദൈവം നിനക്കെന്ത് ചെയ്യണമെന്നുള്ളത് വിട്. ഇന്ന് പകല് നിന്നെ ദൈവം വിളിച്ചപ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ളൊരാശ എന്താണെന്ന് ചിന്തിച്ചോ? പാരമ്പര്യത്തിന്റെ നടുവിൽ നിന്ന്, പൗരോഹിത്യത്തിന്റെ നടുവിൽ നിന്ന് നരകക്കുഴിയിലേക്ക് സഞ്ചരിച്ച നിന്നെ ചങ്കിലെ ചുടുചോര കൊണ്ട് കഴുകി വീണ്ടെടുത്ത് ജീവപുസ്തകത്തിൽ പേരെഴുതി ഇതിനെ നടുവിലാക്കിയിരിക്കുമ്പോൾ നിന്നെക്കുറിച്ചുള്ള അവന്റെ ആശ വിളിയാലുള്ള ആശ ഇന്നതെന്നും. രണ്ടാമത്തേത്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും. വിളിച്ച എല്ലാരെ കുറിച്ചും കർത്താവിനൊരാശയുണ്ട്. ഒരാശയുമില്ലാതെ ആരെയും വിളിച്ചിട്ടില്ല. എൻ്റെ വിളിക്കകത്ത് എന്നെ വിളിക്കുമ്പോൾ കർത്താവിനൊരാശയുണ്ട്. ലോകത്തിൻ്റെ പലയിടത്ത് സുവിശേഷം പ്രസംഗിക്കുമെന്നും, വിശ്വാസികളുടെ ഇടയനായിരിക്കുമെന്നും, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുമെന്നും, കുഞ്ഞുങ്ങളെ മര്യാദയ്ക്ക് പരിപാലിച്ച് നിത്യതയിലെത്തിക്കുമെന്നും എന്നെക്കുറിച്ചുള്ള എൻ്റെ കർത്താവിൻ്റെ ആശയുണ്ട്. എന്നാൽ അവകാശത്തിന്റെ മഹിമാതനം വിളിച്ച എല്ലാവർക്കുമില്ല, അത് വിശുദ്ധന്മാർക്ക് മാത്രമേ ഉള്ളൂ. വിശുദ്ധിയോടെ എന്താ ഈ അവകാശത്തിന്റെ മഹിമാതനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കല്ലത്. എന്താ ഈ അവകാശത്തിന്റെ മഹിമാതനം എന്ന് പറയുന്നത്? മീനുളുമ്പിന്റെ ദുർഗന്ധമുള്ള പത്രോസേ, നീ വല വീശുന്നിടത്ത് ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നിന്നെക്കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ട്. നിന്നെക്കുറിച്ച് എൻ്റെ സ്വപ്നം എന്താണെന്നറിയാമോ? നീ ഒന്ന് പ്രസംഗിക്കുമ്പോൾ 3000 എണ്ണം അകത്തു കയറുന്ന ഒരു വലിയ വിളിയാ നിന്റേത്. സ്തോത്രം. മരിച്ചു കിടക്കുന്ന തബീത പോലെയുള്ള വീടുകളില് നീ ചെന്ന് അവളെ പ്രാർത്ഥിച്ചടക്കാനല്ല, നീ ഒരു വാക്കു പറയുമ്പോൾ മരിച്ചതിനെ ചാടി എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയാ ഞാൻ നിന്റെ അകത്തു വച്ചിരിക്കുന്നത്. സ്തോത്രം. മരിച്ച രോഗികൾക്ക് വേണ്ടി, തളർന്നു കിടക്കുന്ന രോഗികൾക്ക് നീ അവരുടെ തലേ കൈവെക്കണ്ടെന്ന്, നീ അവർക്ക് വേണ്ടി എണ്ണ പൂശണ്ടെന്ന്, പായലിരുന്ന് 21, 40, 7 ദിവസമൊന്നും ഉപവസിക്കണ്ടെന്ന്, നീ നടന്നു പോകുമ്പോൾ നിന്റെ നിഴല് തട്ടിയാൽ ചാടി എഴുന്നേൽക്കുന്ന ഒരു മിനിസ്ട്രി ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ആമേൻ, 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 ആമേൻ. തീമല ബൗഡ ബരംദൽ ഖൈഡ സ്ഥാല ബറീദല ധലബല ബൗഡേ. അത് പുറത്തു കൊണ്ടുവരണം. സ്തോത്രം.
2026 1-ാം മാസം 9-ാം തീയതി ഞാൻ ആരെയോ ചിലരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയാം, നിന്റെ ഉള്ളിൽ നിന്ന് അവന്റെ അവകാശത്തിന്റെ മഹിമാതനമൊന്ന് പുറത്തു കൊണ്ടുവരാൻ. നീ ഒരു പാട്ട് പാടുമ്പോൾ, ചില കെട്ടുകൾ അഴിയത്തക്കവണ്ണം, നീ ഒരു വാക്യം പറയുമ്പോൾ ചില ഉള്ളിലെ കാഴ്ന്നിറങ്ങത്തക്കവണ്ണം, കാലുകുത്തുന്ന കുടുംബങ്ങൾ വിടുവിക്കത്തക്കവണ്ണം. അവകാശത്തിന്റെ മഹിമാതനമൊന്ന് പുറത്തു കൊണ്ടുവരാൻ. സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് കഷ്ടതയുടെ ആഴങ്ങളിലൂടെ ചിലരെ ദൈവം കടത്തിവിടുന്നത്? എഫ്രൈം മലനാട്ടിൽ ഒരു സ്ഥലത്തിന്റെ പേര് രാമതയും സോഫീം എന്ന. രാമതയും സോഫീം എന്ന് മുഴുവൻ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആളുകൾ അതിൻ്റെ പേര് ചുരുക്കി എങ്ങനെ വിളിച്ചു? രാമ എന്ന് വിളിച്ചു. രാമതയും സോഫീം എന്ന രാമയിൽ എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ, പെനീനയും ഹന്നയും. പെനീനയുടെ സാരിത്തുമ്പേൽ വസ്ത്രത്തിന്റെ അറ്റത്ത് പിടിച്ച് തൂങ്ങി നടക്കുന്ന 4 ചിരിക്കുടുക്കകൾ, 4 കുഞ്ഞുങ്ങൾ അവൾക്കുണ്ട്. ഹന്നയ്ക്കോ മക്കളില്ല. 2 വാക്ക് യഹോവ അവളുടെ ഗർഭമടച്ചു എന്ന 6-ാം വാക്യത്തിലും അവളുടെ പ്രതിയോഗി അവളെ മുഷിപ്പിച്ചു കൊണ്ടിരുന്നു എന്നും നാം കാണുന്നു. പ്രതിയോഗി അവളെ മുഷിപ്പിച്ചു. വൈകിട്ട് ആഹാരം വിളമ്പുന്നിടത്ത്, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത്, ചർച്ചിൽ പോകുന്നിടത്ത് എപ്പോഴും അവളുടെ സ്ത്രീത്വത്തെ കുത്തി 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 വേദനിപ്പിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. ഭർത്താവിന്റെ അടുക്കൽ നിറകണ്ണുകളോടെ ചെന്നപ്പോൾ ഒരു ക്രൂരമായ ഫലിതം പറഞ്ഞു, ഹന്നേ, നിനക്കെന്തിനാ വേറെ കുഞ്ഞ്? ഞാൻ നിനക്ക് 10 പിള്ളേരെക്കാൾ നല്ലതല്ലേ? ആ വാക്കിന് അവളുടെ വേദനയൊപ്പാനാവുമോ? ഒരമ്മയാകാനുള്ളൊരാഗ്രഹവുമായി ഒരേ വീടിന്റെ അടുക്കളയിലും ഇടനാഴികളിലും മുറിവേൽപ്പിക്കുന്ന വാക്കുകൊണ്ട് പൊള്ളി അവള് സകല പ്രതീക്ഷകളും മറ്റ് ആലയത്തിൽ ചെന്നവൾ വീഴുകയാ. ചുടബലബലബ ശഖാരബലബലബസ്യ. ഏതു ദുഃഖവും ഇറക്കാൻ കഴിയുന്ന ആലയത്തിനകത്ത് വേറെ ആരോടും പറയാതെ അടികൊണ്ട് കരയുന്നൊരു കുഞ്ഞിനെ പോലെ അവൾ പൊട്ടിക്കരയുമ്പോൾ അവൾ ഞെട്ടി എഴുന്നേറ്റൊരു നിമിഷം എല്ലാവരുടെയും നടുവിൽ ശുശ്രൂഷകൻ വന്നേച്ച് പരസ്യമായി അവളോട് പറയുകയാ, നിന്റെ വീഞ്ഞു മാറട്ടെ. കള്ളു കുടിച്ചേച്ചാണോ ആലയത്തിൽ വന്നത്? പരസ്യമായി അവളെ അപമാനിക്കുകയാ. ആരെയോ ചിലരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ മുറിവിൽ മുളകരച്ച് പരട്ടുന്നത് പോലെ നിന്നെ ആശ്വസിപ്പിക്കേണ്ടവര്, സമാധാനിപ്പിക്കേണ്ടവര്, കൂടെ കൈകോർക്കേണ്ടവര് നിന്റെ നൊമ്പര വിങ്ങുമ്പോൾ നീ തകർന്നു പോകരുത്. അവളുടെ വിടുതൽ ആരംഭിച്ചത് ആ നിമിഷം മുതലാ. സ്തോത്രം. സങ്കടത്തിന്റെ പെരുമഴയുമായി സ്തോത്രം വീണുടയപ്പെട്ടൊരു പളുങ്ക് പാത്രം പോലെ തകർക്കപ്പെട്ട ആലയത്തിൽ വന്ന് പൊട്ടിക്കരയുമ്പോൾ അവിടെയും നിന്നെ അപമാനിച്ചാൽ നീ എങ്ങനെ പ്രതികരിക്കും? സ്തോത്രം. ഇങ്ങനെയാണോ കൂട്ടായ്മക്കാർ? ഇങ്ങനെയാണോ കൂട്ടുവിശ്വാസികൾ? ഇങ്ങനെയാണോ പാസ്റ്റർ? ഇനിമേലാൽ ഇങ്ങോട്ടില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ചവിട്ടി തുള്ളി പോകേണ്ടടത്ത് അവൾ തൊഴുകയോടെ പറഞ്ഞു, യജമാനനെ, എന്റെ വേദന പകരുകയാ. പ്രതികരിക്കേണ്ട ചില രംഗങ്ങളിൽ നരകം നിന്നെ പ്രതികരിപ്പിക്കാൻ തന്ത്രമൊരുക്കുമ്പോൾ നിശബ്ദതയോടെ സഹിക്കുന്നിടത്ത് വിടുതൽ ആരംഭിക്കും.
സ്തോത്രം. യോഗം തീർന്നതും ആളുകൾ പോയതും വർത്താനം ഒന്നും അവക്ക് വിഷയമല്ല. പക്ഷേ അവിടെ നിന്ന് അവക്കൊരു വാഗ്ദത്തം കിട്ടി. പിന്നെ അവളുടെ മുഖം വാടിയില്ല. പിന്നെ അവളുടെ മുഖം വാടിയില്ല. സ്തോത്രം. 4-5 വർഷം കഴിഞ്ഞ് ഒരു പൂത്തുമ്പിയെ പോലെ, ഒരു പൂമ്പാറ്റയെ പോലെ പാറി പറന്ന് നടക്കുന്ന ഓരോമന കുഞ്ഞിനെ പഞ്ഞിനൂൽ അങ്കി ധരിപ്പിച്ചുകൊണ്ട് ആലയത്തിലേക്ക് വരുമ്പോൾ ആൾക്കൂട്ടത്തോട് അവൾക്ക് പറയാനുള്ളത് ഇതെന്താണെന്നറിയാമോ? ചൂടബലബലബലബ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം. ആരാധനയുടെ നടുവിൽ ഇന്ന് ഈ പകലില് കണ്ണുമടച്ചു വിശ്വസിച്ചോ, ഈ 2026 അമേരിക്കൻ പ്രസിഡന്റിന് നിനക്ക് ചെയ്തു തരാവുന്ന ഒരു കാര്യം ചെയ്യാൻ എന്റെ ദൈവത്തിന്റെ ആവശ്യമില്ല. നരേന്ദ്രമോദിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്യാൻ എന്റെ ദൈവത്തിന്റെ ആവശ്യമില്ല. ഒരു ഗൈനക്കോളജിസ്റ്റിന് ചെയ്യാൻ കഴിയുന്ന, ഒരു കാർഡിയോളജിസ്റ്റിന് ചെയ്യാൻ കഴിയുന്ന, ഒരു സർജറി വിദഗ്ധന് ചെയ്യാൻ കഴിയുന്ന ചെയ്യാൻ എന്റെ ദൈവത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, നിനക്ക് വേണ്ടി മരിച്ച അതിനെ ജീവിപ്പിക്കുന്ന ഒരു അസാധാരണ പ്രവൃത്തിയുടെ അഭിഷേകം. സ്തോത്രം. പെനീനയുടെ 4 മക്കളെ കുറിച്ച്, ഒരുത്തനെ കുറിച്ചും എഴുതാൻ ബൈബിൾ ഒരു വാക്യം പോലും മാറ്റാഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചവളുടെ മകനെ കുറിച്ചെഴുതാൻ വേദപുസ്തകത്തിന് പുസ്തകങ്ങൾ തന്നെ വേണ്ടി വന്നു. പെനീനയുടെ 4 മക്കൾ രാമ എന്ന നാട്ടുഗ്രാമത്തിന്റെ 4 അതിരിനകത്ത് പോലും അറിയാതെ ചത്തൊടുങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചവളുടെ മകൻ ദാൻ മുതൽ ബർശേബ വരെ ഒരു രാജ്യത്തിന്റെ, ഒരു തലമുറയുടെ ശബ്ദമാ, ഒരു കാലഘട്ടത്തിന്റെ പ്രവാചകനാ, ഒരു തലമുറയുടെ ശുശ്രൂഷകനാ. സ്തോത്രം. ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി വലിയത് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പിടിച്ചു മേടിക്കുന്ന വിടുതലുകളാ, ചോദിച്ചു മേടിക്കേണ്ടുന്ന വിടുതലുകളാ. ആർക്കോ ചില നന്മകൾ ദൈവം ചോദിച്ചിട്ടും തരാത്തത്, ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന വിടുതൽ, തനിക്ക് ഏറ്റവും പ്രിയങ്കരർക്ക് നൽകുന്ന വിടുതൽ, ഖത്തറിനെ ചലിപ്പിക്കുന്ന ഒരു വിടുതൽ, ദേശത്തെ ചലിപ്പിക്കുന്ന ഒരു വിടുതൽ നിന്റെ കുടുംബത്ത് തരാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് അത് നിലവിളിച്ചു വാങ്ങുന്നവരെ ദൈവത്തിന് വേണം. ഊടബരാദല ദലബല ബൗഡ സ്ഥാല റീദ റഗലാധുരബലബലബ. ആമേൻ. സമയം കുറവാണെന്ന് എനിക്കറിയാം. വിളിയാലുള്ള ആശ ഇന്നതൊന്നും, വിശുദ്ധന്മാരിൽ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരം. എനിക്കിതങ്ങ് പറഞ്ഞു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഈ വ്യാപാരം എന്നൊക്കെ പറഞ്ഞാൽ? കച്ചവടം അല്ലെന്നേ, ബിസിനസ് എന്നല്ലെന്ന് ഈ വ്യാപാരം എന്നൊക്കെ പറഞ്ഞ്. എന്താ ഈ വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ?
2 കിലോ പച്ചരി മിക്സിക്കകത്ത് അരച്ച് 3 തരി 4 തരി ഈസ്റ്റും ഇട്ടേച്ച് അവിടെ വെക്കുമ്പോൾ ഈസ്റ്റിന്റെ തരി, പുളിയുടെ തരി തൊട്ടടുത്ത് പുളിപ്പിച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ ആ പാത്രം മുഴുവനും അത് പുളിയായി മാറുന്നത് പോലെ. സ്തോത്രം, സ്തോത്രം. സഭയെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതല് ഒരു രാത്രി വീടിന്റെ മുറിക്കകത്ത് നിന്റെ കട്ടിലെ നിറങ്ങി ഒരു പായ മുട്ടുകുത്തുമ്പോൾ നിന്റെ മേൽ പകരുന്ന അഭിഷേകം റിജോയ്സ് മിനിസ്ട്രിയിൽ വ്യാപരിച്ച്, വേറൊരു കൂട്ടായ്മയിൽ വ്യാപരിച്ച്, അത് ഖത്തറിൽ IDCC കോംപ്ലക്സിൽ വ്യാപരിച്ച്, ദേശത്ത് വ്യാപരിച്ച് ഈ ഖത്തറിനെ ചലിപ്പിക്കുന്നതാക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയാ. ഇന്നതെന്ന് പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ വേറെ എങ്ങും ഉപയോഗിക്കാത്തൊരു പ്രയോഗമാ വിളിയുള്ള ആശ. ഇന്നത് വിശുദ്ധന്മാരിൽ അവകാശത്തിന്റെ മഹിമാതനം ഇന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നത്. ഈ ഇന്നത് എന്ന് പറയുന്നത് അതിനകത്തൊരു കാര്യമുണ്ട്. പല ആളുകളും നിന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചില്ലേ, പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തിയേ, സ്തോത്രം ആരാധിക്കാൻ പോയിട്ട് എന്തിയേ, ഉപവസിക്കാൻ പോയിട്ട് എന്തിയേ. ഈ 2026 ഞാൻ പറയാം, ദൈവം നിനക്ക് നൽകുന്ന നന്മകളെ നോക്കി, നിന്റെ തലമുറയുടെ അഭിവൃദ്ധിയെ നോക്കി, നീ കൈവശമാക്കുന്ന വിടുതലുകളെ നോക്കി, നിന്റെ സഭയിലേക്ക് വരുന്ന ആത്മാക്കളെ നോക്കി, ഇന്നത് എന്ന് പറയത്തക്കവണ്ണം, എണ്ണി പറയത്തക്കവണ്ണം മാനിക്കുന്ന ദൈവകൃപ. അകം കത്തുന്നവരുടെ അധരത്തിൽ ആത്മാവിന്റെ തീ പകർന്ന് അനവധി വിഷയങ്ങളുടെ മേൽ വിടുതൽ ഒരുക്കാൻ കഴിയുന്ന ദൈവപ്രവൃത്തിയെ ഞാൻ കാണുന്നു. ഇങ്ങനെ ഒരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആത്മാവെന്നോട് ഇടപെടുന്നു. പാസ്റ്റർ, പ്രാർത്ഥിക്കാത്ത പല അനുഗ്രഹങ്ങളും ദൈവം എനിക്ക് തന്നു. 10 കൊല്ലം മുമ്പ് ഇന്ന് നീ ആയിരിക്കുന്ന നിലയിലാകുമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവര് ഭോഷ്ക് പറയുന്നെന്ന് പറഞ്ഞേനെ. നീ പ്രതീക്ഷിച്ചതിനേക്കാൾ, നീ ആഗ്രഹിച്ചതിനേക്കാൾ, നീ ചോദിക്കാത്ത പല നന്മകളും ദൈവം തന്നു. നീ ചോദിക്കാത്ത പല നന്മകളും. പക്ഷേ ഉള്ളുരുകി പ്രാർത്ഥിച്ച ഒരു വിഷയം, ചിലപ്പോൾ 5 കൊല്ലമാകാം, ചിലപ്പോൾ 10 കൊല്ലമാകാം, പലരോട് പങ്കുവച്ച ഒരു വിഷയം 2025 വാഗ്ദത്തത്തിൻ്റെതാകുമെന്ന് കരുതി. എന്നാൽ പുതിയ വർഷത്തിന്റെ 1-ാം മാസത്തിന്റെ 9-ാം ദിനവും പോകാറായി, ഇതുവരെ കണ്ടില്ല. ദൈവം എന്നോട് പറയുന്നു, കാലതാമസം വരുത്തിയ ചില പ്രതികൂലങ്ങളെ അതിജീവിച്ച് നിന്റെ വാഗ്ദത്തം കയ്യെത്തും ദൂരത്തെത്തിത്തരാൻ വിശ്വസ്തതയുടെ ഒരു അഭിഷേകം വ്യാപരിക്കുന്ന കാണുന്നു. ശിഖാരബലബലബബ. ആമേൻ. ആമേൻ. ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ച, എഴുതി വെച്ച് പ്രാർത്ഥിച്ച, ഉപവസിച്ച് പ്രാർത്ഥിച്ച, പലരോടും പങ്കുവെച്ച പ്രാർത്ഥിച്ച എൻ്റെ ഏറ്റവും പ്രധാന ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. അങ്ങനെ മാത്രം പ്രാർത്ഥന ആവശ്യമുള്ളവർ കൈയുയർത്തി പിടിച്ചേ. അങ്ങനെ പ്രാർത്ഥന ആവശ്യമുള്ളവർ കൈയുയർത്തി പിടിച്ച് ചുടബാ റബലബല. കൈയുയർത്തി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കൈയുയർത്തി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ചുടാ റഗലബലബ സൈഥ റബലബബ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആ വലത് കരം ചങ്കോട് ചേർത്ത് വെച്ച്, ഒരു പാസ്റ്ററുടെ കൈയല്ല, ദൈവത്തിന്റെ അദൃശ്യമായ സാന്നിധ്യം നിങ്ങളുടെ കരത്തോടൊപ്പം അഗ്നിമയമായ തൃക്കരം ഇന്ന് തൊട്ട് ഈ വിഷയത്തിന്റെ മേൽ എണ്ണിത്തീരുന്ന ദിനങ്ങൾക്കകത്ത്, ഈ ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വലിയ വിടുതലുകൾ കാണുന്നത് ആത്മാവിൽ കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, തികഞ്ഞ പ്രത്യാശയോട് അങ്ങയുടെ പാദപീഠത്തിങ്കൽ അവിടുന്ന് അടിയനോട് പറഞ്ഞ വാക്കിന്റെ നിയോഗത്തിലൂടെ അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഈ ജനത്തെ ഞാൻ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് കൈമാറുന്നു. ഞങ്ങളെല്ലാം പരാജയമാണ്, എന്നാൽ അവിടുത്തെ ശക്തി, അവിടുത്തെ ആത്മാവിന്റെ ശക്തി, അവിടുത്തെ വചനത്തിന്റെ ശക്തി, അവിടുത്തെ രക്തത്തിന്റെ ശക്തി, അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഈ ജനത്തിന്റെ മേൽ വ്യാപരിച്ച് ഈ വിഷയങ്ങളുടെ വിടുതലുകൾ വേഗത്തിൽ സംഭവിക്കേണ്ടതിന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദൈവസന്നിധിയിരിക്കാം. ഈ മനോഹരമായ യോഗത്തിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ അവസരം നൽകിയതിന് ഹൃദയംഗമായ നന്ദി. നിങ്ങൾ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ.